പങ്കാളിത്തം വഹിച്ച ധാരാളം ആളുകളെ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിൽ ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണ് എന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളുമാണ്. നമ്മളുടെ ഈ സ്ഥാപനം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ മക്കൾ അവരുടെ പകൽ വീട് എന്ന് പറയുന്നത് ഈ സ്ഥാപനമാണ്. ഉമ്മമാർക്കറിയാം, അമ്മമാർക്കറിയാം അവരോടൊപ്പം മക്കൾ എത്ര സമയമാണ് ലൈവായി ഉള്ളത് എന്ന്. 7 മണിക്കോ ഉണർന്ന് 1 മണിക്കൂർ കൊണ്ട് ധൃതിപ്പെട്ട് സ്കൂൾ ബസ്സിൽ കയറി വൈകുന്നേരം 5 മണിക്ക് തൻ്റെ അരികിലേക്ക് വന്ന് ഒരു 1-2 മണിക്കൂർ പഠിച്ച് കളിച്ച് കഴിയുമ്പോൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്ന തൻ്റെ കുട്ടി എത്ര സമയമാണ് ഒരു അമ്മയോടൊപ്പം അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ലൈവായി നിൽക്കുന്നത് എന്ന് നമ്മൾ മണിക്കൂറൊന്ന് കണക്ക് കൂട്ടിയാൽ ഏകദേശം 4-ലും 3-ലും മണിക്കൂറിൽ അത് നമുക്ക് നിജപ്പെടുത്തേണ്ടി വരും. ഇനി നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുന്ന ഈ പകൽ വീട്ടിൽ എത്ര സമയം അവർ ലൈവായിരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കണം. 9 മണിക്ക് ഈ ഗേറ്റ് കടന്ന് ഒരു കുട്ടി ഈ ക്യാമ്പസിലേക്ക് പ്രവേശിച്ചാൽ വൈകുന്നേരം 4 മണിക്കോ 4:30ക്കോ 5 മണി വരെയോ നിങ്ങളുടെ മക്കൾ ഈ അധ്യാപകരുടെ കൈകളിലാണ് ജീവനോടെ ലൈവായി ഉള്ളത്. ഏകദേശം 7 മുതൽ 9 മണിക്കൂറാണ് ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങളുടെ മക്കളുള്ളത് ഈ സ്കൂളിലെ അധ്യാപകരുടെ കയ്യിലാണ് എന്ന ഒരു ബോധം രക്ഷകർത്താക്കൾക്കുണ്ടാവേണ്ടതുണ്ട്. ഞാൻ ധാരാളം കുട്ടികളുമായി ബന്ധപ്പെട്ടതും രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ടതും അനുഭവങ്ങൾ എനിക്ക് ഇവിടെ പങ്കുവെക്കുവാനുണ്ട്. അതെല്ലാം ഈ സമയപരിധിക്കുള്ളിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഒരിക്കലും മറക്കാത്ത, എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 2 ആൺകുട്ടികളെ ഇവിടെ പഠിപ്പിച്ച ഒരു രക്ഷകർത്താവ് നമുക്കുണ്ടായിരുന്നു. മൂത്ത മകൻ 10ാം ക്ലാസ്സിലും രണ്ടാമത്തെ മകൻ 7ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ് തൻ്റെ ആദ്യത്തെ മകൻ, മൂത്ത മകൻ പടിയിറങ്ങുമ്പോൾ നല്ല ഫുൾ A+ വാങ്ങി ഇവിടെ നിന്ന് പടിയിറങ്ങി. രക്ഷകർത്താവിന് അല്പം സാമ്പത്തിക പ്രയാസം നേരിട്ടപ്പോൾ സർക്കാർ സ്കൂളിൽ ചേർക്കുവാൻ തീരുമാനിച്ചു തൻ്റെ 2ാമത്തെ മകനെ. 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് TC വാങ്ങി അദ്ദേഹം കായംകുളത്തെ തന്നെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചേർത്തു. 7ഉം 8ഉം 9ഉം 10ഉം കഴിഞ്ഞ് ആ കുട്ടി സ്കൂൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞ് 3ാമത്തെ മാസത്തിൽ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു, ജിം സാഹിബ്, അത്യാവശ്യമായി എൻ്റെ വീട് വരെ ഒന്ന് വരണം. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ റൂമിനകത്തേക്ക് കയറിയിട്ട് കതകടച്ചിട്ട് എന്നെ വാരിപ്പുണർന്നിട്ട് കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ മകൻ ഇന്ന് ഞാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ റിമാൻഡിലാണ്. കായംകുളത്തെ മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഒരു റാക്കറ്റിൽപ്പെട്ട് അതിൻ്റെ ഒരു ചെയിനായി, കണ്ണിയായി ആ പയ്യൻ മാറിയിരിക്കുന്നു. ആ സമയം വരെ അദ്ദേഹം 3 ലക്ഷത്തിൽ പരം രൂപ പോലീസിനും അഡ്വക്കേറ്റിനും അതുപോലെ തന്നെ ആ കുട്ടിയെ പുറത്തിറങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എന്നെ വിളിച്ചത് നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കുട്ടിയെ ഇവനെ മാറ്റാൻ സാധിക്കുമോ എന്ന് ആരായാനായിരുന്നു. പോകാൻ നേരം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു ബുദ്ധിമോശം പറ്റി. മൂത്ത മകൻ നല്ല സേഫായിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചത്. പക്ഷെ 2ാമത്തെ മോന് ഞാൻ അല്പം സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചു പോയി. ഒറ്റപ്പെട്ട കേസല്ല, ഒരെണ്ണം മാത്രമാണ് പറഞ്ഞത്. ഇവിടെ നേരത്തെ സിയാസാർ സൂചിപ്പിച്ചു, കായംകുളം പോലീസ് സ്റ്റേഷനിൽ
കേസില്ലാത്ത, ഒരു വിധത്തിലുമുള്ള കേസില്ലാത്ത ഏക സ്കൂൾ നമ്മുടെ സ്കൂളാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് മദ്യവർജന സമിതിയുടെ നമ്മുടെ കായംകുളത്തെ പ്രസിഡന്റ് ദിലീപ് സാർ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ കൂടിയ അവരുടെ ജില്ലാ സമിതിയിലും സംസ്ഥാന സമിതിയിലും നമ്മുടെ സ്കൂള് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്, ഈ ഒരു പരുവത്തിലേക്ക്, അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ വാർത്തെടുക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ആ അധ്യാപകരെ ആദരിക്കുകയും അവരോട് വർത്തമാനം പറയുമ്പോൾ ആ ആദരവ് നിലനിർത്തുകയും ഒക്കെ തന്നെ വേണ്ടതുണ്ട്.